എന്താ ഭക്ഷണം കഴിക്കാത്ത? അമ്മ നിന്നെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ? രാധികച്ചി കേട്ടല്ലേ അമ്മ പറയുന്നത് എനിക്ക് സുധാരേട്ടനെ കല്യാണം കഴിക്കണ്ട. അത് പാർട്ടി ഇടപെട്ടിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ്. പാർട്ടിയാണോ കല്യാണം ഉറപ്പിക്കുന്നത്? എനിക്കിഷ്ടപ്പെട്ട ആളെയല്ലേ ഞാൻ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ രാധികച്ചി ദിനേശ് ചേട്ടനെ കല്യാണം കഴിച്ചത്. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ വിശ്വാസങ്ങളും പാർട്ടിയൊക്കെ ഒന്നായിരുന്നു. ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് പാർട്ടി നോക്കണം. അമ്മു, എനിക്ക് നിന്നോട് തർക്കിക്കാൻ അറിയില്ല. പക്ഷെ ആനന്ദിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ നിനക്ക് പറ്റില്ല. നമ്മുടെ പാർട്ടിക്കാരതിനെ സമ്മതിച്ചാലും അവരുടെ ആൾക്കാരതിനെ സമ്മതിക്കില്ല. അതിന് ഞാനവിടെ നിൽക്കുന്നില്ലല്ലോ. ഞാൻ US പോവും, ആനന്ദും വരും. എനിക്ക് നശിച്ച നാട്ടിൽ നിൽക്കണ്ട. സ്വപ്നം കാണാൻ എളുപ്പമാണ്. ആനന്ദ് ഒരു കൊലക്കേസിലെ പ്രതിയാണ്. അവനെ ഇന്നല്ലെങ്കിൽ നാളെ പോലീസ് പിടിക്കും. എത്ര നാൾ ഒളിച്ചിരിക്കും? കേസെല്ലാം തീർന്ന് നിങ്ങൾ എപ്പോൾ US പോവും? രാധികേച്ചിയോട് ഇങ്ങനെ പറഞ്ഞാലോ? ദിനേശ് ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഓനിൽ വന്ന് പെട്ട്. എൻ്റെ കസിനായോണ്ടല്ലേ, എനിക്ക് വേണ്ടിയിട്ടല്ലേ ഓനിത് ചെയ്തത്. രാധികേച്ചി വിചാരിച്ച ഓനെ കേസ് ഒഴിവാക്കാൻ പറ്റും. പാർട്ടി വിചാരിച്ചാലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അമ്മു, നീ വന്ന് എന്തെങ്കിലും കഴിക്കേ. ഈ കൊല്ലാൻ വരുന്ന കൂലിത്തല്ലേര് പേടിത്തൊണ്ടന്മാരായിരിക്കും. നമ്മളൊന്ന് ധൈര്യം കാണിച്ചാൽ അവരോടും. മോനേട്ടാ, ആ ഞങ്ങൾ പോന്നേ. പോയി ഇന്ന് എന്നെ വിളിപ്പിക്കോ?